ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇത് 600 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. പാത്രം ചൂടായി തുടങ്ങി. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതുപോലെ നന്നായി മൊരിഞ്ഞ് വരണം. ഇത് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി ബാക്കിയുള്ള സവാളയിൽ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് അരച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മൂടി വെച്ച് വേവിക്കണം. തക്കാളി വേവുമ്പോഴേക്കും ചെമ്മീൻ വറുത്തെടുക്കാം. അധികം എണ്ണ ഒഴിക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനും വറുത്തെടുക്കാം. തക്കാളി നന്നായി വെന്ത് തുടങ്ങി. ഇനി വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണി അരി തയ്യാറാക്കാനായി ഒരു പാത്രത്തിൽ 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്ക, 3 ചെറിയ കഷ്ണം കറുകപ്പട്ട, 1 തക്കോലം,
4 കരയാമ്പൂ, കാൽ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു കറുകടയില. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളം കൂടിയ അരിയാണിത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇനി ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിതിലെടുത്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ശരിയാകണമെന്നില്ല, അരിയുടെ വേവ് അനുസരിച്ചിരിക്കും. ഈ കണക്ക് ശരിയായില്ലെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ച് വേവ് അനുസരിച്ച് കോരിയെടുത്താൽ മതി. ഈ ബ്രാൻഡിൻ്റെ അരിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ചൂടാക്കുക. ഇതേ സമയം മറ്റൊരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നുള്ളു ബിരിയാണി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം വറ്റാറാവുമ്പോൾ ഗ്യാസ് ഓഫാക്കി 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. ആ ചൂടിൽ അരി വേവുന്നതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കാം. ഇനി ബിരിയാണി നമുക്ക് സെറ്റാക്കാം. ബിരിയാണി ചോറ്, ചെമ്മീൻ മസാല, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത്, കുങ്കുമപ്പൂ 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ ചേർത്ത് വെച്ചതാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പുതിനയിലയും മല്ലിയിലയും കുറച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി വറുത്ത് വെച്ചത്, ഇനി പാത്രം വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പാത്രം ചൂടാക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കുറച്ച് ചോറ്, ഇനി ഉള്ളി വറുത്തത്, ഒരു നുള്ള് ബിരിയാണി മസാലപ്പൊടി വിതറി കൊടുക്കാം. മല്ലിയില പുതിന ഇല അരിഞ്ഞ് വെച്ചത്, ഇതൊരു ലെയറാണ്. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം.
ഇപ്പോൾ 2 ലെയറായി. ഇനി കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഇതിലേക്ക് നിർബന്ധമില്ല, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമേ ഇത് ചേർത്തുന്നുള്ളൂ. അവസാനമായി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.